ഈ ഡൽഹി ഭീകരാക്രമണത്തിൽ ഭീകരൻ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർ ആശയവിനിമയത്തിന് കൂടുതൽ രഹസ്യമാർഗങ്ങൾ ഉപയോഗിച്ചെന്ന കണ്ടെത്തലാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിയിരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഈ ഇമെയിൽ ഡ്രാഫ്റ്റ് വഴിയും ആശയവിനിമയം നടത്തി ഇങ്ങനെ ആസൂത്രിതമായിട്ടുള്ള ഒരു സ്ഫോടനം, ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടുനിന്ന ഗൂഢാലോചന, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോന്നായി അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരികയാണല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭീകരൻ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർ ആശയവിനിമയത്തിനായി രഹസ്യ മാർഗങ്ങൾ പലത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇമെയിൽ തന്നെയായിരുന്നു. ഇമെയിൽ ഡ്രാഫ്റ്റ് വഴിയാണ് ഇവർ ഇത്തരം രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അതായത് പരസ്പരം മെസ്സേജുകൾ കൈമാറിയിരുന്നത് ഇമെയിലിൽ ഡ്രാഫ്റ്റായി അത് സൂക്ഷിക്കും. ശേഷം അത് വായിക്കേണ്ടവർ വായിച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുന്ന അത്തരമൊരു പ്രക്രിയയായിരുന്നു നടന്നു വന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സംഘത്തിലുള്ളവരെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരേ ഇമെയിൽ വിലാസമാണ് എന്നുള്ളതാണ്. അന്വേഷണ സംഘം തങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സന്ദേശം കൈമാറുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു ചില നവമാധ്യമങ്ങളും ഇതിനായി ഉപയോഗിച്ചു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ടെലിഗ്രാം അടക്കമുള്ളവ ഉപയോഗിച്ചു എന്നുള്ളതും ചില കണ്ടെത്തലുകളുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് ഇമെയിൽ ഡ്രാഫ്റ്റ് വഴിയാണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറിയത് എന്നുള്ള പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരേഷ്, അത് തന്നെയാണ് ആസൂത്രിതമായ സ്ഫോടനം. അതിനെ മാസങ്ങളോളം നീണ്ടുനിന്ന ഗൂഢാലോചനയാണ് നടത്തിയത്. ആശയവിനിമയത്തിലടക്കം കൃത്യമായ മാർഗങ്ങളാണ് ഈ ഭീകരർ ഉപയോഗിച്ചതെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.